നെല്ലിക്ക അങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോഴേ ആദ്യം കയ്പ്പ് തോന്നും, പിന്നെ അതിന്റെ മീതെ ഇച്ചിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം തോന്നും. ഇത് നിങ്ങൾക്ക് അറിയില്ലേ? ഈ മധുരമാണ് അനുരസം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതില് 5 രസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആകെയുള്ള 6 രസങ്ങളിൽ 5 രസങ്ങളും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഇത് ആവശ്യമുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണല്ലോ, നമുക്ക് നീലീഭൃങ്ങാതി വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ ചവനപ്രാശം ഉണ്ടാക്കാനായിട്ട് വേണം. അതുപോലെ നെല്ലിക്കാരിഷ്ടം, ആമലകാരിഷ്ടം ഒക്കെ തയ്യാറാക്കാനായിട്ട് വേണം. അതുപോലെ ത്രിഫലാചൂർണം തയ്യാറാക്കാനും നമ്മൾ നെല്ലിക്ക ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണല്ലോ. ഇന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് നിത്യജീവിതത്തിൽ ഒരു ഹോം റെമഡി പോലെ ഉപയോഗിക്കാവുന്ന ചില സംഗതികൾ കൂടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കുക. നെല്ലിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിന്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ സി കുറഞ്ഞു വരുന്ന കണ്ടീഷൻസിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, മൂക്കടപ്പും മൂക്കൊലിപ്പും തുമ്മലും ജലദോഷവും ചുമയും കൂടെ പനിക്കോള് വരുന്നു, ക്ഷീണവും തളർച്ചയും ഇത്തരം ലക്ഷണങ്ങൾ പൊതുവെ കാണിക്കാറുണ്ട്. അപ്പൊ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ വൈറ്റമിൻ സിയുടെ ഉറവിടം എന്ന് പറയാവുന്ന നെല്ലിക്ക പതിവായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടും. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എംബ്ലിക്ക ഒഫിസിനാലിസ് എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. ഫാമിലി നെയിം യൂഫോർബേസിയ ഫാമിലി. സംസ്കൃതത്തില് ആമലഗീന്നും ധാത്രി എന്നൊക്കെ വിളിക്കും. ഹിന്ദിയിലും തമിഴിലും മറ്റു ഭാഷകളിലൊക്കെ ആമലയും ആമലഗിയും ഒക്കെ തന്നെയാണ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ നെല്ലിക്ക എന്ന് വിളിക്കുന്നു. ഇതൊരു മീഡിയം സൈസ് ട്രീ ആണ്. ഒത്തിരി വലുതാവില്ല, എന്നാൽ തീരെ ചെറുതുമല്ല. ഓക്കെ, അതുപോലത്തെ ഒരു മീഡിയം സൈസ് വൃക്ഷമാണ്, ഇടത്തരം വൃക്ഷമാണ്. ഇതിന്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുനുകുനാന്നുള്ള ഇലകൾ ഉണ്ടായി വരും. നമുക്ക് ഔഷധ തോട്ടങ്ങൾ, അതുപോലെ വീട്ടുമുറ്റത്തൊക്കെ ധാരാളം സ്ഥലമുള്ളവരാണെങ്കിൽ ഒരു അലങ്കാര വൃക്ഷം പോലെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇലകൾ ഇങ്ങനെ കാണാൻ ഒരു അഴകാണ്. അതുപോലെ നെല്ലിക്ക ഉണ്ടായി നിൽക്കുന്നത് കാണാനും അഴകാണ്. ഇനി ആധുനിക പഠനപ്രകാരം ഉള്ള രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെക്റ്റിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സ്, കാൽസ്യം, അയൺ എന്നിവയും അടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല ഗൈനിക് അമ്ലം, ടാനിക് അമ്ലം എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. പഞ്ചസാരയും ആൽബുമിനും കാർബോഹൈഡ്രേറ്റും അന്നജം, സെല്ലുലോസ്, പ്രോട്ടീൻ എന്നിവയും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയുടെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ രസഗുണ വീര്യ വിഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഷായ, തിക്ത, അമ്ല, മധുര രസങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഗുരു രൂക്ഷ ഗുണമാണ്, ശീതവീര്യമാണ്, മധുര വിഭാഗമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. വാദപിത്ത കഫദോഷങ്ങളെ ശമിപ്പിക്കുന്നു. അതായത് ത്രിദോഷഹരത്തോട് ത്രിദോഷങ്ങളെയും ശമിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതാണ് ഈ നെല്ലിക്കയുടെ പ്രത്യേകത. അമിതമായിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് വിരേചന സ്വഭാവമുണ്ട്. ഒപ്പം തന്നെ ധാതുപുഷ്ടികരമാണ്, രസായനമാണ്. ശുക്രധാതുവിനെ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവുന്നുണ്ട്. അതുപോലെ ഇത് ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് അമ്ലപിത്തം എന്ന് വിളിക്കുന്ന ഹൈപ്പർ അസിഡിറ്റി. ആ കണ്ടീഷനും നെല്ലിക്ക ചേർത്തുണ്ടാക്കുന്ന ഔഷധങ്ങളും ഉപയോഗിച്ചു വരുന്നുണ്ട്. രക്തദുഷ്ടി, രക്തപിത്തം, ജ്വരം, പ്രമേഹം എന്നീ രോഗാവസ്ഥകളിലും നെല്ലിക്ക ഉപയോഗിച്ചു വരുന്നുണ്ട്. അമിത ശരീരഭാരവും മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനും ഒക്കെ സഹായകരമാവുന്നുണ്ട്. നീലിഭൃങ്ങാതി വെളിച്ചെണ്ണയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ നെല്ലിക്കയുടെ സ്വരസം ചേർത്ത് വരുന്നുണ്ട്. കണ്ണിന് കുളിർമ നൽകുന്നതിനും സഹായകരമാവുന്നു. മേധാശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നു. നാഡികൾക്ക് ബലം പ്രദാനം ചെയ്യുന്നു. അതുകൂടാതെ രുചിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവുന്നുണ്ട് നെല്ലിക്കയുടെ ഉപയോഗം. നെല്ലിക്കയുടെ കായ മാത്രമല്ല കേട്ടോ, അതിന്റെ ഉണങ്ങിയ തോട്, നെല്ലിക്ക തോടുണ്ടല്ലോ, അതിന്റെ ഒരു കുരു കളഞ്ഞിട്ട് ഉണക്കി പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നെല്ലിമരത്തിന്റെ വേര് നമ്മൾ ഔഷധങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ലിമരത്തിന്റെ തൊലിയും ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. നെല്ലിക്ക ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നെല്ലിക്കിട്ട് വെന്ത വെള്ളം കൊണ്ട് പതിവായിട്ട് കുളിക്കുകയാണെങ്കിൽ, സഹിക്കാവുന്ന ചൂടോട് കുളിക്കുകയാണെങ്കിൽ ആ സ്കിന്നിനൊക്കെ സോഫ്റ്റ്നെസ് ഉണ്ടാവുന്നതിനും സ്കിന്നിന്റെ ഗ്ലോ നിലനിർത്തുന്നതിനും ആ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്ഷീണം അകറ്റുന്നതിനും ജരാനരകളെ അകറ്റി നിർത്തുന്നതിനും സഹായകരമാവുമെന്ന് പറയപ്പെടുന്നു. ഈ കണ്ണിലിങ്ങനെ കണ്ണിക്കേട്, കണ്ണിൽ കുരു വരുന്നു, കണ്ണിന് ചുടിച്ചിൽ അനുഭവപ്പെടുന്നു, ഒരുപാട് റേഡിയേഷൻ ഒക്കെ അടിച്ച് ഒരുപാട് IT ജോബ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് കണ്ണിൽ കുരുക്കള്, കണ്ണിന് ചുവപ്പ് നിറം, കണ്ണിൽ എന്തോ തടയുന്ന പോലെ തോന്നുക, തടസ്സമുള്ള പോലെ തോന്നുക, കണ്ണിൽ നീർക്കെട്ടുണ്ടാവുക, ഇത്തരം അവസ്ഥയിലൊക്കെ പച്ചനെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ് അരിച്ചെടുക്കുന്ന നീര് നന്നായി അരിച്ചെടുക്കണം കേട്ടോ. അത് കണ്ണിലിറ്റിക്കുകയാണെങ്കിൽ, കണ്ണിലൊഴിക്കുകയോ കണ്ണിൽ ധാര കോരുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ശമിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. കാരണം ഇതിന് ത്രിദോഷകരത്വമുണ്ട്. അതാണ്. അതുപോലെ തന്നെ കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും, ഉണക്കനെല്ലിക്കയുടെ തോട്, കടുക്കത്തോട്, താനിക്കത്തോട് ഇതെല്ലാം സമ അളവിലെടുത്ത് പൊടിച്ച ചൂർണം, അതില് 1 ടീസ്പൂൺ ഈ സമ അളവിൽ എടുത്ത കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും സമ അളവിലെടുത്ത് പൊടിച്ച ചൂർണം 1 ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 2 ടീസ്പൂൺ തേനും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ചാലിച്ചിട്ട് ദിവസേന രാവിലെ പതിവായിട്ട് വെറും വയറ്റിൽ സേവിക്കുകയെങ്കിൽ കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ രസായന പ്രയോഗമാണ്. ഒപ്പം തന്നെ ചർമ്മത്തിനുണ്ടാകുന്ന ചുളിവുകളൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. കൂടാതെ ഇതിനൽപ്പം വിരേചന സ്വഭാവമുണ്ട്. കൃത്യമായിട്ടുള്ള സുഖശോധന ലഭിക്കുന്നതിനും സഹായകരമാകുന്നു. ഇതിങ്ങനെ നിത്യ
സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അനീമിയ പോലത്തെ കണ്ടീഷൻ, വിളർച്ച പോലുള്ള കണ്ടീഷൻസ് നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിനും സഹായകരമാവുന്നുണ്ട്. പച്ചനെല്ലിക്കയും പച്ചമഞ്ഞളും അതുപോലെ ചിറ്റമൃതും ഇടിച്ചു പിഴിഞ്ഞ നീര് തുല്യ അളവിലെടുത്തിട്ട് 15 മില്ലി, അപ്പൊ 3ഉം 5 മില്ലി വീതം വേണ്ടി വരും. പച്ചനെല്ലിക്കയും പച്ചമഞ്ഞളും ചിറ്റമൃത് തൊലി കളഞ്ഞതും. ഓക്കെ, ഇത് ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കുക, 5 മില്ലി വീതം എടുക്കുക, അങ്ങനെ ആകെ 15 മില്ലി. രാവിലെ പതിവായിട്ട് സേവിക്കാമെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഈ 15 മില്ലി വീതം നീര് കുടിക്കാമെങ്കിൽ പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരവും. ഹൈപ്പർ അസിഡിറ്റി, അതായത് അമ്ലപിത്തം പോലത്തെ അവസ്ഥയിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ, അതിനായിട്ട് ഈ പച്ചനെല്ലിക്ക അരച്ചിട്ട് കുരുകളഞ്ഞ് അരച്ചെടുത്തത് ഒരു അര ഗ്ലാസ് പാലിൽ കലക്കിയിട്ട് കാലത്ത് വെറും വയറ്റിലും അതുപോലെ രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് പതിവായിട്ട് കഴിക്കാമെങ്കിൽ ഈ അമ്ലപിത്തം, അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ നിയന്ത്രിച്ചു നിർത്തുന്നതിനായിട്ട് സഹായകരവും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തൊഴിൽ സമ്മർദ്ദങ്ങളും ചിട്ടയില്ലാത്ത ഭക്ഷണ രീതികളൊക്കെ ശീലിച്ചു വരുന്നവർക്ക് പ്രത്യേകിച്ച് ആയുർവേദ ഔഷധങ്ങളൊന്നും ഉടനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ പച്ചനെല്ലിക്ക അരച്ചെടുക്കുക. അതൊരു 10 ഗ്രാം 100 മില്ലി ശുദ്ധമായ പശുമ്പാല് തിളപ്പിച്ച പാലില് സഹിക്കാവുന്ന ചൂടോടെ അതിൽ അരച്ച് കലക്കി ചേർത്തിട്ട് കാലത്ത് വെറും വയറ്റിലും കഴിക്കണം, ഡിന്നർ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പും കഴിക്കണം. ഇങ്ങനെ പതിവായിട്ട് കഴിക്കാമെങ്കിൽ ഈ അസിഡിറ്റി നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമാകുന്നു. പൂർണ്ണമായിട്ട് മാറുന്ന അവകാശപ്പെടുന്നില്ല. ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കുകയാണെങ്കിൽ, ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താവുന്ന ഒരു രോഗാവസ്ഥയാണ് അമ്ലപിത്തം അഥവാ അസിഡിറ്റി. അത് നിങ്ങളിങ്ങനെ പല പരിശോധനകളും നിരീക്ഷണങ്ങളുമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് ഈ അസിഡിറ്റി മൂത്ത് അൾസറൊക്കെ ആയി മാറുന്നത്. ഈ പച്ചനെല്ലിക്ക, ഗൂസ്ബെറി, ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ എവിടെയും വാങ്ങാൻ കിട്ടും. അപ്പൊ അത് അരച്ച് ചേർത്ത് ഇങ്ങനെ പാലിൽ കലക്കി കഴിച്ച് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അമ്ലപിത്തം മിനിമം നിയന്ത്രിച്ചു നിർത്താനെങ്കിലും സഹായകരമായേക്കാം. അതുപോലെ തന്നെ ഉണക്കനെല്ലിക്കയുടെ ചോറിനുണ്ടല്ലോ, ഉണക്കനെല്ലിക്ക പൊടിച്ച പൊടി, അതൊരു 1/4 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ പശുനെയ്യും കൂടെ ചേർത്ത്, ഉണക്കനെല്ലിക്ക പൊടിച്ചെടുത്ത പൊടി ഒരു 1/4 ടീസ്പൂൺ എടുക്കുക, അതൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നല്ല പശു നെയ്യിൽ നന്നായിട്ട് ചാലിച്ച് ചേർത്തിട്ട് നിത്യേന രാവിലെ പതിവായിട്ട് വെറും വയറ്റിൽ സേവിക്കുന്നത് ഈ സ്കിൻ ടോൺ നിലനിർത്തുന്നതിന്, സ്കിന്നിന്റെ ചുളിവൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവും. തൊലിപ്പുറമേ ഉണ്ടാകുന്ന പലതരം അലർജികൾ, സ്കിൻ റാഷസ്, വെയിലടിക്കുമ്പോഴേക്കും ചുവന്ന കുരുക്കൾ വരിക, ഇത്തരം കണ്ടീഷൻസ് ഒക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഈ രീതിയിൽ നെല്ലിക്കാച്ചോറിനും പശു നെയ്യും ചേർത്ത് കഴിക്കുന്നത് സഹായകരമായേക്കാം. ഈ യൂറിനറി ട്രാക്റ്റുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ, ഒരുപാട് കിഡ്നി സ്റ്റോണോ അതല്ലെങ്കിൽ യൂറിനറി ബ്ലോക്കേജുകളോ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മൂത്രത്തടവോ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, മൂത്രം പോകാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പച്ച നെല്ലിക്ക നന്നായിട്ട് അരച്ചെടുക്കുക. അത് അരച്ചെടുത്ത് അടിവയറ്റിൽ നന്നായിട്ട് പുരട്ടിയിടുന്നത് നിത്യേന പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ മൂത്രപ്രവൃത്തി കൃത്യമാവുന്നതിന് സഹായകരമാവുമെന്ന് പറയപ്പെടും. പലപ്പോഴും നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, നെല്ലിക്ക കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമാണോ, നെല്ലിക്ക കഴിച്ചാൽ ലിവറിന് പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു പ്രശ്നവുമില്ല. ജരാനരകളെ അകറ്റി നിർത്തുന്നതിന് പോലും മഹാമൗനിമാരെ ഉപയോഗിച്ചു വന്നിരുന്ന സംഗതിയാണ്. രസായന ഗുണമുള്ളതാണ്. ഇതിൽ കടുരസം ഒഴികെയുള്ള ബാക്കി എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ്. ഓക്കെ, അപ്പൊ ത്രിദോഷഹരത്വമുണ്ട്. അതുകൊണ്ട് സേഫായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ എത്ര വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ ചവനപ്രാശവും ബ്രഹ്മരസായനവും നീലിബൃങ്കാതി വെളിച്ചെണ്ണയും ത്രിഫലാതി ചൂർണവും ഇത് മാത്രമൊന്നല്ല, ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ദിവ്യ ഔഷധമാണ് നെല്ലിക്ക എന്ന് പറയാം. ഓക്കെ, ഇതിനെപ്പറ്റി യാതൊരു പേടിയും ആകുലതയും ആവശ്യമില്ല. കൃത്യമായിട്ട് കഴിച്ചോളൂ. വളരെയധികം രസായന ഗുണമുള്ളതാണ്. ആന്റി ഏജിങ്ങിനായിട്ടും വെയിറ്റ് ലോസിനായിട്ടും ഡയബറ്റീസിനെ നിയന്ത്രിക്കുന്നതിനായിട്ടും നിങ്ങൾ ഒരുപാട് ഔഷധങ്ങളും ഒറ്റമൂലികളും അന്വേഷിച്ച് പരതി നടക്കുന്നവരാണ്. നിങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് നെല്ലിക്ക. ഇതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് ഒരു രോഗാവസ്ഥയും മാറുന്നല്ല, രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനും ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിനും തീർച്ചയായിട്ടും സഹായകരമാവും. എന്ത് രോഗാവസ്ഥ ചികിത്സിക്കുന്നതിനും ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഔഷധങ്ങൾ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.